I thank God for the brotherhood and the prophetic ministry God has given to His. ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവസഭയിൽ ദൈവം നൽകിയ സഹോദര കൂട്ടായ്മയ്ക്കും പ്രവചന ശബ്ദത്തിനുമാണ് ഞാൻ ദൈവത്തിനെ സ്തുതിക്കുന്നു. We are all really privileged to come together like this and to hear the pure word of God from His anointed people. അഭിഷിക്തന്മാരെ കർത്താവിന്റെ ദാസന്മാരുടെ കയ്യിൽ നിന്നും ശുദ്ധമായ സുവിശേഷം കേൾക്കുവാനായിട്ട് ദൈവം നൽകിയ അവസരത്തിനായിട്ട് നാം നന്ദിയുള്ളവരായിരിക്കണം. ദൈവം നമുക്ക് നൽകിയ ഒരു ഭാഗ്യമാണിത്. I am indeed deeply thankful and I praise God for the men of God who are ahead of us, leading us in this life. ഈ കാലഘട്ടത്തിൽ നമുക്ക് മുൻപാകെ നടക്കുന്ന ദൈവത്തിന്റെ ദാസന്മാർക്കായിട്ട് ഞാൻ അധികം നന്ദിയുള്ളവരാണ്. ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു അക്കാര്യത്തിൽ. We are meditating on the total freedom in Christ. നാം കഴിഞ്ഞ ദിവസങ്ങൾ ധ്യാനിച്ചുകൊണ്ടിരുന്നത് യേശു ക്രിസ്തുവിൽ ഒരു പൂർണ്ണ സ്വാതന്ത്ര്യമുണ്ട് എന്നൊരു കാര്യത്തെക്കുറിച്ചാണല്ലോ. So what is the freedom? എന്താണ് സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്? In the Western countries, people want freedom. They want to live anywhere, anyhow they want. പാശ്ചാത്യ രാജ്യങ്ങളിൽ സ്വാതന്ത്ര്യം എന്ന് അർത്ഥമാക്കുന്നത് വ്യക്തികൾക്ക് എങ്ങനെയും ഏതു വിധവും എപ്രകാരവും ജീവിക്കണമെന്നുള്ളതാണ്. Youngsters are asking, why should we get married? We want to live as we like, and they live together. യൗവനക്കാർക്ക് അവിടെയുള്ള പാശ്ചാത്യ രാജ്യങ്ങളിലെ യൗവനക്കാർക്ക് ഞങ്ങൾ എന്തിനാ കല്യാണം കഴിക്കണം, ഞങ്ങൾ സ്വാതന്ത്ര്യത്തോടെ ഇഷ്ടമുള്ളവരായിട്ട് ഞങ്ങൾക്ക് ഇഷ്ടമുള്ളവരുടെ കൂടെ ജീവിക്കുവാൻ കഴിയണം, അതാണ് സ്വാതന്ത്ര്യം അവർ നിർവചിക്കുന്നത്. Why man should marry another woman? Man can marry a man and government is giving permission. They think that is a real freedom. എന്തിനാണ് പുരുഷൻ സ്ത്രീയെ കല്യാണം കഴിക്കുന്നത്? സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് പുരുഷനും തമ്മിൽ കല്യാണം കഴിച്ചുകൂടെ? We know that there is a gravitational force which is pulling towards the earth. നമുക്കറിയാമല്ലോ ഭൂമിയുടെ ഗുരുത്വാകർഷണ ശക്തി നമ്മളെ താഴോട്ട് വലിക്കുന്ന ആ ഒരു ശക്തി. They want to send a rocket, they'll have to spend crores of rupees and to fuel it with so much power it goes away from the gravitational pull. നമുക്ക് അറിയാമല്ലോ ശാസ്ത്രജ്ഞന്മാര് എത്രയോ കോടി രൂപ മുടക്കിയിട്ട് ഈ ഗുരുത്വാകർഷണ ശക്തിയുടെ വലയത്തിൽ നിന്ന് റോക്കറ്റിനെ അവരെ മേൽപോട്ട് പറപ്പിക്കുന്നു, അവർ താഴെ പിടിക്കാതിരിക്കാനായിട്ട്. Similar to that force is the force of sin which pulls us towards. അങ്ങനെ തന്നെയാണ് നമ്മെ താഴോട്ട് വലിക്കുന്ന പാപത്തിന്റെ പ്രേരക ശക്തി. Suppose this object is there and I leave it, it falls down. നിങ്ങളിപ്പോൾ കണ്ടതുപോലെ തന്നെ കൈ വിടുമ്പോൾ തന്നെ പിടിവിടുമ്പോൾ തന്നെ താഴോട്ട് വീഴുന്നു. The same way what the world calls freedom, it is the freedom towards sin. ലോകം പറയുന്ന സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് പാപം ചെയ്യുവാനുള്ള, പാപത്തിലേക്ക് നയിക്കുന്ന ഒരു സ്വാതന്ത്ര്യമാണ്. Students, children, they don't want to obey the parents, they want freedom. കുഞ്ഞുങ്ങൾക്ക് മാതാപിതാക്കളെ അനുസരിക്കുവാൻ താല്പര്യമില്ല, അവർക്ക് ആ കാര്യത്തിൽ സ്വാതന്ത്ര്യം വേണം. What happens is they get entangled into so many bad practices and sins, and by the time realize they are too much in bondage. അവര് തിരിച്ചറിയുന്നതിന് മുൻപായിട്ട് തന്നെ സ്വാതന്ത്ര്യം എന്ന് പറയുന്ന പല കാര്യങ്ങളും തെറ്റായ പ്രവണതകള് അവര് കുടുങ്ങിപ്പോയിട്ട് അവര് തിരിച്ചറിയുമ്പോഴത്തേക്കിനും അവർക്ക് തിരിച്ചു കയറി വരുവാൻ കഴിയാതോണം അത്രത്തോളം അവര് ബന്ധനത്തിൽ അകപ്പെട്ടിരിക്കുന്നു. People feel they want to spend money as they like, that is a real freedom. ആളുകള് ചിന്തിക്കുന്നത് സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് ഇഷ്ടമുള്ളതുപോലെ പണം എനിക്ക് കൈകാര്യം ചെയ്യാൻ പറ്റണം. They borrow here and there and they spend, and finally they realize that they are in so much bondage, they want to end their life. അവർക്ക് ഇഷ്ടമുള്ളത് വാങ്ങുവാൻ വേണ്ടി അവരിഷ്ടമുള്ളപോലെ പണം ചെലവഴിക്കുന്നു, കടം വാങ്ങി ചെലവഴിക്കുന്ന ഒടുവില് അവരെ കടക്കണിയിൽ അകപ്പെടുമ്പോൾ അവർ മനസ്സിലാക്കുന്നു സ്വാതന്ത്ര്യമല്ല, പകരം അതൊരു ബന്ധനമായിരുന്നുവെന്ന്. So there is a mind shift has to take place in our lives with regard to freedom, what we call freedom. എന്താണ് സ്വാതന്ത്ര്യം? പ്രത്യേകിച്ച് ക്രിസ്തുവിലുള്ള സ്വാതന്ത്ര്യം എന്താണ്? അത് നമ്മുടെ മനസ്സിൽ ആഴത്തിൽ പതിയണം. Especially young people, the world calls freedom only to go into deeper and deeper sinful life, which is real bondage. യൗവനക്കാരെ ഒരു കാര്യം ഓർക്കുക, ലോകം പറയുന്ന സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് പാപത്തിന്റെ ആഴങ്ങളിലേക്ക് അത് ഇറങ്ങിച്ചെന്നിട്ട് അതിൽ നമ്മളെ അകപ്പെടുത്തിട്ട് കുറച്ചുകൂടെ നമ്മളെ ബന്ധനത്തിലാക്കുന്നതാണ് ലോകം പറയുന്ന സ്വാതന്ത്ര്യം. We read in Hebrews chapter 12 and verse 1. എബ്രായ ലേഖനം 12-ാമത്തെ അധ്യായം അതിന്റെ 1-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുവല്ലോ, looking unto Jesus and running the race. യേശു ക്രിസ്തുവിലേക്ക് നോക്കുക, നമ്മുടെ മുൻപിലുള്ള ഓട്ടം ഓടുക. That's a real freedom. അതാണ് യഥാർത്ഥ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്. We students, they learn a word called degrees of freedom.
കുഞ്ഞുങ്ങൾക്ക് അറിയാമല്ലോ, സ്വാതന്ത്ര്യത്തിന്റെ തലങ്ങൾ നമ്മളത് മനസ്സിലാക്കുന്നുണ്ട്. The degrees of freedom is how much directions it has got freedom. ആ ഡിഗ്രിയുടെ തലങ്ങൾ എന്ന് പറയുമ്പോൾ നമുക്ക് സ്വാതന്ത്ര്യത്തിന് എത്ര ദിശകൾ ഉണ്ടെന്നുള്ളതാണ്. For example, this hand, this is a joint and it has got 2 degrees of freedom. It can move like this and it also can move like this. ഈ കരം നമുക്ക് അത് രണ്ട് വിധത്തിൽ അതിനെ ചലിപ്പിക്കുവാനായിട്ട് കഴിയും എന്നുള്ളതാണ്. 2 degrees of freedom are there. രണ്ട് തരത്തിലുള്ള സ്വാതന്ത്ര്യമുണ്ട്. So for real freedom, there should be fixing. യഥാർത്ഥ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് ഉറപ്പുള്ളതായിരിക്കണം. This joint cannot have freedom if this is not fixed to this hand. ഇതിന്റെ ഈ കൈയുടെ അല്ലെങ്കിൽ ഇവിടെ ഒരു നടുക്കൊരു സാധനം, അതായത് ഇവിടെ ഇതിന് സ്വാതന്ത്ര്യം വരണമെന്നുണ്ടെങ്കിൽ ഇത് ഒരുപോലെ ഉറച്ചിരിക്കുന്നതായിരിക്കണം. This fan is having a freedom, one freedom. It can rotate like this and it is fixed to the ceiling. നമ്മുടെ മുകളിലുള്ള പങ്കുകൾ തന്നെ, ഈ ഫാൻ തന്നെ അതിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നതിന്റെ കാരണം എന്ന് പറയുന്ന മുകളില് അത് ഉറപ്പിച്ച് നിർത്തിയിരിക്കുന്നതുകൊണ്ട് അത് കറങ്ങുന്നുണ്ട്. Suppose if you remove the fan and put it down, it is not having the real freedom. ആ ഫാൻ നമ്മൾ ഊരി താഴെ വെക്കുമ്പോൾ അതിനെ പറക്കുവാനുള്ള അല്ലെങ്കിൽ കറങ്ങുവാനുള്ള സ്വാതന്ത്ര്യം അതിന് കിട്ടുകയില്ല. In order to have a real freedom, we need to be fixed to Jesus Christ. യഥാർത്ഥ സ്വാതന്ത്ര്യത്തിന്റെ അനുഭവം നമ്മുടെ ജീവിതത്തിൽ അർത്ഥവത്താക്കണമെന്നുണ്ടെങ്കിൽ നാം യേശു ക്രിസ്തുവിൽ പൂർണ്ണമായിട്ട് നമ്മൾ ഉറപ്പുള്ളവരായിരിക്കണം. All the time in the past, our hearts were fixed to this world. കഴിഞ്ഞ കാലങ്ങളിൽ ലോകത്തിലായിരുന്നല്ലോ നമ്മുടെ ജീവിതം അവിടെ ഉറപ്പിച്ചിരുന്നത്. When we are born again, our heart is removed from the world and it's fixed to Jesus Christ. വീണ്ടും ജന്മം പ്രാപിച്ചപ്പോൾ ലോകത്തിൽ ഉറച്ചിരുന്ന ഹൃദയം അത് മാറിയിട്ട് കർത്താവിലേക്ക് നമ്മൾ തിരിയുന്നു, കർത്താവിൽ ഉറപ്പിക്കുന്നു. Without the attachment to Jesus Christ, there is no real freedom. യേശു ക്രിസ്തുവിനോട് ബന്ധപ്പെടുത്തിയിട്ടല്ലാതെ ഒരു തികഞ്ഞ സ്വാതന്ത്ര്യം നമുക്കില്ല. So first, anybody who is not attached to Jesus Christ is not enjoying a real freedom. ഏത് വ്യക്തിയാണെങ്കിൽ തന്നെയും കർത്താവായ യേശു ക്രിസ്തുവിനോട് ബന്ധപ്പെടുത്തിയില്ലെങ്കിൽ അവരുടെ ജീവിതത്തിൽ ഒരു തികഞ്ഞ സ്വാതന്ത്ര്യം അവർ അനുഭവിക്കുന്നില്ല. And first, fixing our eyes and our heart towards Jesus Christ. നമ്മുടെ കണ്ണുകളും നമ്മുടെ ചിന്തകളും യേശു ക്രിസ്തുവിലേക്ക് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ആവശ്യമാണ്. Then it leads to action, following Jesus Christ or running the race. കർത്താവിനെ പിന്തുടരുന്നു, കർത്താവിന്റെ പുറകെ നമ്മൾ ഓടുന്നു. So everything we see in this world, it is fixed to something and it is enjoying its freedom. നമുക്ക് അറിയാം, ഈ ലോകത്തിൽ കാണുന്ന ഏത് കാര്യവും ചിലതിനോട് അവിടെ ഉറപ്പിച്ചിരിക്കുന്നു, അത് നിമിത്തമായിട്ട് ഒരു സ്വാതന്ത്ര്യം അതിനുണ്ട്. Our degrees of freedom is the will of God. നമ്മുടെ സ്വാതന്ത്ര്യത്തിന് നിലയെന്ന് പറയുന്ന അതിന്റെ ഡിഗ്രി എന്ന് പറയുന്നത് ദൈവത്തിന്റെ ഇഷ്ടമാണ്. Our action is doing the will of God. നമ്മുടെ പ്രവൃത്തികൾ എന്ന് പറയുന്നതും ദൈവത്തിന്റെ ഇഷ്ടമാണ്. That is the freedom God has given us. അതാണ് ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്. But since we were living in this world, practicing the practices of this world, our mind takes time to accept this. നാം ഈ ലോകത്തിൽ ജീവിച്ച് കാലങ്ങളായിട്ട് ലോകത്തിലെ പല പരിചയങ്ങളും നമ്മുടെ ഉള്ളിൽ വന്നതുകൊണ്ട് ഇത് മനസ്സിലാക്കുവാനും തിരിയുവാനും സമയം നമുക്ക് എടുക്കും. When you take a train, it is fixed on the 2 rails. നോക്കുക, ട്രെയിൻ ആണെങ്കിൽ 2 റെയിൽ പാളത്തിൽ അത് ഉറപ്പാക്കിയിരിക്കുന്നു. Then it has got the freedom. അങ്ങനെയാണെങ്കിൽ അത് മുൻപോട്ട് പോകുവാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. It can run the race. അങ്ങനെയാണെങ്കിൽ ആ ഓട്ടം ഓടുവാൻ കഴിയും. And when you are on the will of God, God does one great thing for us. ദൈവത്തിന്റെ ഇഷ്ടത്തിൽ നിങ്ങളെ ആയിരിക്കുമ്പോൾ ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു കാര്യം ചെയ്യുന്നു. In the bus, the driver has to turn. You have to turn in order to go to a particular place. ഡ്രൈവറിന് ബസ്സിൽ ഒരു പ്രത്യേക ദിശയിലേക്ക് പോകണമെങ്കിൽ അതിന്റെ വളയം സ്റ്റിയറിംഗ് തിരിക്കേണ്ടിയിരിക്കുന്നു. But a train is not like that. Driver need not turn the train because the rails are changed in the direction by somebody else. എന്നാൽ ട്രെയിൻ അങ്ങനെയല്ല, മറ്റൊരു വ്യക്തി മറ്റൊരിടത്ത് ഇരുന്നുകൊണ്ട് ട്രെയിനിന്റെ ദിശയെ നിയന്ത്രിക്കുന്നു. That is a blessing when you decide to stay on the will of God. When you run, God changes the direction, situations and everything so that we are on the perfect will of God and we are continuing the race. ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യുവാനായിട്ട് മനസ്സ് വെക്കുമ്പോൾ ദൈവം നിങ്ങളുടെ ജീവിതത്തെ നിയന്ത്രിക്കുക തന്നെ ചെയ്യും. Jesus led a life like that. യേശു ക്രിസ്തു അങ്ങനെ ഒരു ജീവിതമാണ് ജീവിച്ചത്. In the Hebrews we read in the 2nd verse, 12th chapter. എബ്രായ ലേഖനം 11-ാമത്തെ അധ്യായം 2-ാം വാക്യത്തിൽ. Will somebody read that verse? Hebrews, yeah. 2-ാമത്തെ വാക്യം, വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നതിനുമായ യേശുവിനെ നോക്കുക. തന്റെ മുമ്പിൽ വെച്ചിന് സന്തോഷം ഓർത്ത് അവൻ അപമാനം അലക്ഷ്യമാക്കി ക്രൂശിനെ സഹിക്കുകയും ദൈവസിംഹാസനത്തിന്റെ വലതുഭാഗത്ത് ഇരിക്കുകയും ചെയ്തു. When Jesus was doing the will of God, even death on the cross,
he had fixed his eyes on the joy. യേശുക്രിസ്തു ദൈവത്തിന്റെ ഇഷ്ടം ചെയ്തപ്പോൾ പ്രത്യേകിച്ച് ആ ക്രൂശിനെ സഹിക്കേണ്ട സാഹചര്യം വന്നപ്പോഴും അവന്റെ കണ്ണുകൾ ദൈവസിംഹാസനത്തിൽ ഉറപ്പിച്ചിരുന്നു. And then he was doing the will of God. അങ്ങനെ ദൈവത്തിന്റെ ഇഷ്ടം കർത്താവ് ചെയ്തിരുന്നു. Word of God says 3 examples. ദൈവവചനം 3 ഉദാഹരണങ്ങൾ നമുക്ക് കാണിച്ചു One is തരുന്നുണ്ട്. like a farmer who is plowing the field. ഒരു കൃഷിക്കാരൻ തന്നെ നിലം ഉഴുതുന്നതായിട്ട് പറയുന്നു. A man working in the military service. ആ ഒരു മറ്റൊരു വ്യക്തി പടയാളി അല്ലെങ്കിൽ പടക്കളത്തില് പൊരുതുന്നവൻ. These 2 examples we read in 2 Timothy chapter 3. ഈ 2 ഉദാഹരണങ്ങളും 2 തിമോഥെയോസ് 3-ാമത്തെ അധ്യായത്തിൽ നാം വായിക്കുന്നു. And in Paul says in Corinthians about a man who is running the race. പൗലോസ് അപ്പോസ്തലൻ കൊരിന്ത്യർക്ക് ലേഖനം എഴുതുമ്പോൾ പറയുന്നുണ്ട്, ഓട്ടം ഓടുന്ന ഒരു വ്യക്തിയെ കുറിച്ച് അവിടെ പറയുന്നു. A person, 3 people were given a competition of plowing the land. 3 പേർക്ക് ഒരു നിലം എഴുതുവാൻ ഒരു മത്സരം കൊടുത്തു എന്നിരിക്കട്ടെ. And the person who wants to plow straight, he would get the prize. നേരായിട്ട് നേർവീതിയില് നിലം എഴുതുന്ന ഒരുവന് അവന് സമ്മാനം ലഭിക്കും. So the first person, while plowing, it was irregular. It was not a regular plowing. ആദ്യമായിട്ട് വ്യക്തി ആ നിലം എഴുതുമ്പോൾ അത് ക്രമാനുഗതമായിരുന്നില്ല. The furrows were not regular shape. അതിന്റെ ശരിയായിട്ടൊരു പാതയിലായിരുന്നില്ല നിലം ഉഴുതത്. So the person who organized the game called him and asked him, how did you plow? ഒരാൾ ചോദിക്കും, എങ്ങനെയാണ് നീ നിലം ഉഴുതത്? He said, I was looking at the plow handle and I was plowing. അയാൾ പറയും, ഞാൻ ആ നിലം എഴുതുന്ന കലപ്പയില് ഞാൻ എന്റെ കണ്ണുകൾ അതിൽ ശ്രദ്ധിച്ചിരുന്നു, ഞാൻ അത് നോക്കുകയാണ് ചെയ്തത്. Some places it will go down, so I will pull it up. Sometimes I pull down. I was always looking at the handle. എന്റെ കണ്ണുകൾ മുഴുവൻ ആ നിലം എഴുതുന്ന ആ കലപ്പയില് തന്നെ ആയിരുന്നു. അങ്ങനെ തന്നെ ആയിരുന്നു. ചിലപ്പോൾ ഒരു പക്ഷെങ്കിൽ അത് താഴോട്ട് പോകുമായിരിക്കും, എങ്കിൽ തന്നെയും എന്റെ കണ്ണുകളുടെ ദൃഷ്ടി അതിൽ നിന്ന് മാറിയിട്ടില്ലായിരുന്നു. And second person was called and asked, how did you plow? രണ്ടാമത്തെ വ്യക്തിയോട് ചോദിച്ചു, നീ എങ്ങനെയാണ് നിലം ഉഴുതത്? He said, I was looking at the furrows and I was plowing. പറഞ്ഞതാണ്, ഞാൻ മുൻപിലുള്ള അത് നോക്കിയായിരുന്നു, ഞാൻ അങ്ങനെ ചെയ്യുമായിരുന്നു. So it was having lot of bends and turns. ഒരുപാട് വളവുകളും തിരിവുകളും ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. But the third person has plowed the land straight. മൂന്നാമത്തെ വ്യക്തി നിലം ഉഴുതത് അവൻ നേരെയായിരുന്നു നിലം ഉഴുതത്. And people asked him, how did you do that? എങ്ങനെയാണ് താങ്കൾ ഈ നിലം ഉഴുതതെന്ന് ചോദിച്ചു. And he said, far off there are 2 horses standing. Distant place, 2 horses are standing. ദൂരെ നോക്കുമ്പോൾ 2 കുതിരകൾ അവിടെ നിൽക്കുന്നുണ്ട്. And they are tied to a tree. ഒരു മരത്തോട് അതിനെ ചുറ്റിയിരിക്കുന്നു. I was looking at that one and I was plowing. ഞാൻ അതിനെ നോക്കിയിട്ട് നിലം ഉഴുതുകയായിരുന്നു. With reference to that, even if there is a small deviation, he will correct it and he was plowing. അതിനെ നോക്കുമ്പോൾ ഒരു ചെറിയ വ്യതിയാനം ഉണ്ടെങ്കിൽ തന്നെ ഞാൻ പെട്ടെന്ന് അത് തിരുത്തിയിട്ട് ശരിയായ വണ്ണം നിലം നേരോട് ഉഴുതുമായിരുന്നു. In the same way, when we look at Jesus and his life, his example, and when we walk, we try to do his will. No, we will do the exact will of God. അപ്രകാരം തന്നെ നമ്മൾ കർത്താവായ യേശുക്രിസ്തുവിനെ നോക്കുമ്പോൾ, അവന്റെ ജീവിതം അവന്റെ മാതൃക നമ്മൾ നോക്കുമ്പോൾ ദൈവ ഇഷ്ടപ്രകാരം തന്നെ നന്നായിട്ട് നിലം ഉഴുത വ്യക്തിയെ പോലെ നമ്മൾ ചെയ്യും. Some of you would have been in NCC or Scout. ചില NCC സ്കൗട്ട്സ് ചോദിക്കാറുണ്ട്, I have seen how army men are trained. എങ്ങനെയാണ് പട്ടാളക്കാര് ട്രെയിനിങ് കിട്ടുന്നത്? They are trained to walk in straight line. അവര് നേരായിട്ടുള്ള ആ വഴിയിൽ നടക്കുവാൻ പരിശീലിച്ചവരാണ്. And they are trained like that to move their bodies exactly. അവരുടെ ശരീരം, അവരുടെ കൈകാലുകള് നേരായിട്ട് നടക്കുവാൻ പരിശീലിക്കപ്പെട്ടവരാണ്. In the same way, when you go into the play field, നിങ്ങള് കളിസ്ഥലത്ത് പോകുമ്പോൾ, for example, you take the game of cricket. നിങ്ങൾ ക്രിക്കറ്റ് ഉദാഹരണമായിട്ട് നമുക്ക് എടുക്കാം. How they are trained. എങ്ങനെയാണ് അവരതിൽ They പരിശീലിക്കുന്നത്? are always trained to look at something. അവർ എന്തോ ചിലതിലേക്ക് നോക്കുവാൻ, ദൃഷ്ടി വെക്കുവാനാണ് അവർ There പരിശീലിക്കപ്പെടുന്നത്. are stems there. അവിടെ പുറകില് വിക്കറ്റ് ഉണ്ട്, And സ്റ്റംപ് he is ഉണ്ട്. given a bat. അവർക്ക് കയ്യിൽ ബാറ്റ് കൊടുക്കുന്നുണ്ട്. And always the opponent wants to send him out of the game. എതിരാളിക്ക് എപ്പോഴും അവനെ ആ ക്രീസിൽ നിന്ന് പുറത്താക്കണമെന്ന ലക്ഷ്യത്തിലാണ് വരുന്നത്. He is always aiming at the stump, which we may call as our spiritual life or our faith. എപ്പോഴും എതിരാളി നോക്കുന്നത് അവനെ പുറത്താക്കുവാനായിട്ട് വിക്കറ്റിലാണ് അവന്റെ കണ്ണുകൾ പായുന്നത്. And this player with the bat is always looking at the ball and he wants to, every ball which is coming to hit him, to make him out, he makes sixer or four. ബാറ്റുകാരൻ ബാറ്റ് ചെയ്യുന്നവൻ തന്നെ ഔട്ട് ആക്കാൻ വരുന്ന ആ പന്തിൽ നോക്കിയിട്ട് എല്ലാ പന്തിനെയും അവൻ അടിക്കുന്നത് ബൗണ്ടറി ആയിട്ട്, സിക്സർ ആയിട്ട് പോകുന്നു. But initially he will not get a 6 or 4 score.
ആദ്യത്തെ ഏറിലോ രണ്ടാമത്തെ ഏറിലോ ഒരു സിക്സറോ ബൗണ്ടറിയോ അടിച്ചെന്ന് വരികയില്ല. Initially, probably all the balls will struck the stem and you'll be out. ആദ്യ സമയങ്ങളിൽ ഒരു പക്ഷേങ്കിൽ ആ വിക്കറ്റിൽ കൊണ്ടു കഴിഞ്ഞാൽ അവൻ ഔട്ടായി പോകും. Some people say, I'm not fit for playing cricket, and they vacate. ചിലർ പറയും ക്രിക്കറ്റ് കളിക്കുവാനായിട്ട് എനിക്ക് കഴിവില്ല, അവരത് വിട്ടുപോകും. But some people persevere. They take training and looking at the ball and trying to hit. Even if they fail, they stay there and get practiced. എന്നാൽ ചില ആളുകൾ മടുത്തു പോകാതെ അവരവിടെ തുടർമാനമായിട്ട് സഹിഷ്ണുതയോടെ അവിടെ നിന്നിട്ട് പന്തിനെ നോക്കി അവർ ഒരു നാള് ബൗണ്ടറിയും സിക്സറും അവർ അടിക്കും. Over a period of time, they take 1 run or 2 run, and slowly they become stronger. അവര് ക്രമാനുഗതമായിട്ട് 1-2 റൺസുകൾ അവരെടുത്തു തുടങ്ങും. Satan's aim and this world's aim is always to hit us. സാത്താന്റെ പരിശ്രമം എന്ന് പറയുന്ന നമ്മെ എറിയുക, നമ്മെ തകർക്കുക എന്നുള്ളതാണ്. To make us fail in our lives. നമ്മുടെ ജീവിതത്തിൽ പരാജയപ്പെടുവാൻ സാത്താൻ Some അനുവദിക്കുന്നില്ല. people, when they fail in the initial temptations, they decide this Christian life is not for me. ചില ആളുകൾ ആദ്യ പ്രലോഭനങ്ങൾ വീണ് കഴിയുമ്പോൾ അവര് നിരാശരും നിരുത്സാഹരുമായിട്ട് പറയും ക്രിസ്തീയ ജീവിതം എനിക്കുള്ളതല്ല എന്ന് പറയും. Many young people may think like that. This is not for me. യൗവനക്കാര് ചിലർ പറയുമായിരിക്കും ഈ ക്രിസ്തീയ ജീവിതം എനിക്കുള്ളതല്ല എന്ന്. But really, you'll have to persevere. എന്നാൽ ഞാൻ ഓർമ്മിപ്പിക്കുന്നത് നിങ്ങൾ അവിടെ സഹിഷ്ണുതയോടെ അവിടെ നിൽക്കുക, ബാറ്റ് പിടിച്ചോണ്ട് നിൽക്കുക. Listen to your coach who is giving you instructions and follow exactly. നിങ്ങൾ കേൾക്കുന്ന പ്രബോധനങ്ങൾ നിങ്ങൾ ശരിയായവണ്ണം എടുക്കുക. And you are not only facing the ball. നിങ്ങൾ പന്തിനെ മാത്രമല്ല നിങ്ങൾ അഭിമുഖീകരിക്കുന്നത്. There are 11 people. They also want to catch the ball and they want to make you out. ആ ബൗളർ മാത്രമല്ല നിങ്ങൾ എതിരാളി എന്ന് പറയുന്നത്. നിങ്ങളുടെ എതിരാളികൾ എന്ന് പറയുന്ന ബൗളറെ കൂടാതെ മറ്റു 10 പേരുമുണ്ട് നിങ്ങൾ എങ്ങനെയെങ്കിലും ആ ക്രീസിൽ നിന്ന് പിടിച്ച് പുറത്താക്കുവാനായിട്ട്. Instead of getting a score, if he starts looking at the 11 people, oh, these people, how can I escape? How can I escape from them? Means he will get out. സ്കോർ എടുക്കുന്നതിന് പകരമായിട്ട് തന്റെ മുൻപിലുള്ള മറ്റു 10 പേരെ അവൻ നോക്കുകയാണെങ്കിൽ അധികം താമസിക്കാതെ അവൻ ഔട്ടായി ക്രീസിൽ വിടേണ്ടതായിട്ട്. Not only 11 people, thousands of people are in the gallery. Some people are encouraging and some people are discouraging. 11 പേര് മാത്രമല്ല ഗാലറികൾ നോക്കുമ്പോൾ ഉത്സാഹിപ്പിക്കുന്നവരും നിരാശ തരുന്ന അനേക ആയിരങ്ങൾ ഒരുപക്ഷെ കാണുമായിരിക്കും. Nothing wrong in once in a while seeing the crowd and listening to that encouragement. ആൾക്കൂട്ടത്തെ നോക്കിയിട്ട് പലപ്പോഴുമായിട്ട് ഉത്സാഹഭരിതരാകുന്നതിൽ തെറ്റുള്ളൊരു കാര്യമല്ല. But always my life is how I can convert every temptation devil sends to a victory. എന്നാൽ എല്ലായ്പ്പോഴും പിശാച് കൊണ്ടുവരുന്ന ഈ പ്രലോഭനത്തിന് മേൽ എനിക്ക് എങ്ങനെ ജയം എടുക്കാം കഴിയുമെന്നുള്ളതിനെ കുറിച്ചാണ്. We heard in the question and answer session how young people are discouraged because they are often tempted in the youthful lust. ക്വസ്റ്റ്യൻ ആൻസർ സെഷൻ നമ്മൾ കേട്ടല്ലോ, യൗവനക്കാര് പലപ്പോഴും നിരാശപ്പെടുന്നത് യൗവനത്തിന്റെ മോഹങ്ങൾ വന്ന് പിടിക്കുമ്പോഴാണ്. I was also tempted like that. ഞാനും യൗവനക്കാരനായിരുന്നപ്പോൾ അങ്ങനെ പ്രലോഭിക്കപ്പെട്ട സമയമുണ്ടായിരുന്നു. At that time I went to my pastor and asked him, how can I overcome the temptation? ഞാൻ എന്റെ സഭയിലെ പാസ്റ്ററോട് പോയി ചോദിച്ചു എങ്ങനെയാണ് പ്രലോഭനത്തിന് മേൽ ജയം എടുക്കുവാൻ കഴിയുന്നത്. He said, kneel down and tell 100 stotram stotram stotram, you will overcome. എന്നോട് പറഞ്ഞ മറുപടി ഇതായിരുന്നു, നീ മുട്ടുമേൽ നിൽക്കുക 100 പ്രാവശ്യം സ്തോത്രം സ്തോത്രം എന്ന് പറയുക, പ്രലോഭനത്തിന് മേൽ നിനക്ക് ജയം എടുക്കുവാൻ കഴിയുമെന്ന്. It was not a mantra to overcome the temptations. പ്രലോഭനത്തിന് മേൽ ജയം എടുക്കുവാൻ കഴിയുന്ന ഒരു മന്ത്രമായിരുന്നില്ല സ്തോത്രം എന്ന് പറയുന്നത്. But we have men of God, brother Zach was sharing that he himself was tempted. That gives us encouragement. നാം കേട്ടു ദൈവത്തിന്റെ ദാസന്മാർ മുതിർന്ന സഹോദരന്മാര് അവർ പ്രലോഭിക്കപ്പെട്ടവരായിരുന്ന ഒരു സമയത്ത് അത് നമുക്ക് ഉത്സാഹത്തിന് വക തരുന്ന ഒരു കാര്യമാണ്. I was tempted by a girl. ഞാനും ഒരു പെൺകുട്ടിയാൽ Then I പ്രലോഭിക്കപ്പെട്ടു. started telling God, ഞാൻ ദൈവത്തോട് പറയുവാൻ തുടങ്ങി, Lord, you have created a beautiful face, കർത്താവേ വളരെ മനോഹരമായ പലരെയും നീ സൃഷ്ടിച്ചു. but she is not born again. കർത്താവേ ആ പെൺകുട്ടി വീണ്ടും ജന്മം She will പ്രാപിച്ചതല്ല, go to hell. അവള് നരകത്തിൽ പോകും. Lord, I pray that somehow you will send your word and save her. കർത്താവേ നിന്റെ വചനം അയച്ച് അവളെ രക്ഷിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു. Then he gave me an encouragement. ഞാൻ ഉത്സാഹിപ്പിച്ചു. So I told the devil, every instance you send to my life to defeat me, I will use it to worship God and glorify God. ഞാൻ പിശാചിനോട് പറഞ്ഞു, എന്റെ ജീവിതത്തിന്മേല് നീ അയക്കുന്ന എല്ലാ പ്രലോഭനത്തിന്മേലും ഞാൻ പതറുകയില്ല, ഞാൻ നിരാശപ്പെടുകയില്ല, പകരം ദൈവസന്നിധിയില് ദൈവത്തെ സ്തുതിക്കുവാനും ദൈവഹിതം ഞാൻ ഇന്നത്തെ ഏൽപ്പിച്ചു കൊടുക്കാൻ കഴിയും. I did not score 6 runs and 4 runs and century and all. I did not hit. ഞാൻ ബൗണ്ടറിയോ സിക്സറോ സെഞ്ചുറിയോ ഒന്നും 100 റൺസ് ഒന്നും But അടിച്ചവനായിരുന്നു. where is your eye? എന്നാൽ എന്റെ കണ്ണ് അവിടെയായിരുന്നു. Yeah, we have to fix our eyes on the goal. എന്റെ കണ്ണുകൾ ആ ലക്ഷ്യത്തിൽ തന്നെയാണ്, അതിൽ മാറിയിരുന്നില്ല. And the whole crowd may say, you are out. ആ
ഗാലറിയിൽ ഇരിക്കുന്ന കാണികൾ എല്ലാവരും പറയുമായിരിക്കും നീ ഔട്ടാണ്, നീ ഔട്ടായെന്ന്. Just because they say you are out, you are not really out. നിങ്ങൾ അവര് പരാജയപ്പെട്ടു, നീ ഔട്ടാണെന്ന് പറയുന്നത് കൊണ്ട് വാസ്തവമായിട്ട് നിങ്ങൾ ഔട്ട് ആയിട്ടില്ല. The trained referee has to tell whether you are out or not. ആ കളിയുടെ റഫറിയാണ് വാസ്തവത്തിൽ ആ കളി നിയന്ത്രിക്കുന്ന, അവനാണ് പറയേണ്ടത് നിങ്ങൾ ഔട്ട് ആയോ അല്ലയോ. We need to train the referee who is in us, who is the conscience. നമ്മളെ പരിശീലിപ്പിക്കേണ്ട ഒരു കാര്യം, റഫറി എന്ന് പറയാൻ നമ്മുടെ ജീവിതത്തെ മനസാക്ഷിയാണ്. He will be trained through the word of God. Repeatedly we read the word of God, listen to the Holy Spirit and getting the mind of Jesus Christ. ദൈവവചനം വായിക്കുകയും പരിശുദ്ധാത്മാവിന്റെ ശബ്ദം ശ്രവിക്കുകയും കർത്താവിലേക്ക് നോക്കുകയും ചെയ്യുന്ന പ്രകാരമായിട്ട് നമ്മുടെ മനസാക്ഷിയെ ദൈവഹിതത്തിനായിട്ട് പരിശീലിപ്പിക്കുവാനായിട്ട് കഴിയും. Many people will say whatever you do is right, but your conscience may say no, it is not right. പല ആളുകളും പറയുമായിരിക്കും നിങ്ങൾ ചെയ്യുന്നതെല്ലാം ശരിയാണ്, എന്നാൽ ഹൃദയത്തിന്റെ മനസാക്ഷി നിങ്ങളെ പലതിനും വിലക്കുമായിരിക്കും. If you desire the glory of men, how can you believe? നിങ്ങൾ അങ്ങനെ ഒരു വാക്യമുണ്ടല്ലോ, മനുഷ്യന്റെ മഹത്വം അന്വേഷിക്കുന്ന നിങ്ങൾ എങ്ങനെ, മാനം അന്വേഷിക്കുന്ന നിങ്ങൾ എങ്ങനെ വിശ്വസിക്കുമെന്ന്. So in our race which we are running, we are not supposed to listen to the crowd or majority. നമ്മൾ ഈ ഓട്ടക്കളത്തിൽ ആയിരിക്കുമ്പോൾ കാണികളുടെ അല്ലെങ്കിൽ ഗാലറിയിൽ ഇരിക്കുന്ന മറ്റു മനുഷ്യരുടെ അഭിപ്രായങ്ങളല്ല നമ്മൾ തേടേണ്ടത്. Bible says that Satan will throw the darts of fire to destroy our faith. ദൈവവചനം പറയുന്നുണ്ട് വിശ്വാസം നശിപ്പിക്കപ്പെടാനായിട്ട് പിശാച് ഓരോ ആയുധങ്ങൾ തീയമ്പുകൾ എടുത്തെറിയുമെന്ന് പറയുന്നുണ്ട്. But every arrow which he sends, we can turn to our victory. ഓരോ തീയമ്പുകളും നമ്മുടെ മേൽ വരുമ്പോൾ ആ തീയമ്പുകള് നമ്മുടെ ജയത്തിന്റെ കാര്യങ്ങളായിട്ട് മാറാം. And you know, all the fielders will be in distant places, but there's a one man very near, standing very near in the back as a wicket keeper. നമുക്കറിയാം ഫീൽഡിലെ ക്രിക്കറ്റ് കളിയില് പല ഫീൽഡേഴ്സ് അവിടെ ഇവിടെ നിൽക്കുന്നു, എന്നാൽ തൊട്ട് പുറകില് ബാറ്റ് ചെയ്യുന്ന വ്യക്തിയുടെ തൊട്ട് പുറകില് വിക്കറ്റ് കീപ്പർ അവിടെ നിൽപ്പുണ്ട്. Every ball he will say out, out, out. ഏത് പന്ത് വന്നാലും വിക്കറ്റ് കീപ്പർ പെട്ടെന്ന് പറയും ഔട്ടായി ഔട്ടായി ഔട്ട്. That is to discourage. അതൊരു നിരുത്സാഹമാണ്. If you keep on listening to him, you will get depressed. അതിനെ ആ വിക്കറ്റ് കീപ്പറിന്റെ മൊഴികൾ നിങ്ങൾ കേൾക്കുകയാണെങ്കിൽ ജീവിതത്തിൽ നിങ്ങൾക്ക് നിരാശയായിരിക്കും വരുന്നത്. Wicket keeper is nothing by like our own flesh, which is very near to us. വിക്കറ്റ് കീപ്പർ എന്ന് പറയുന്നത് നമ്മുടെ അടുത്ത് നിൽക്കുന്ന നമ്മുടെ പഴയ മനുഷ്യൻ തന്നെയാണ്. 2 Corinthians 2 and verse 14. 2 കൊരിന്ത്യർ 2-ാം 14 വാക്യം. Thanks be unto God who always causes us to triumph. പറയുന്നത് 2-14 വാക്യത്തിൽ ക്രിസ്തുവിൽ ഞങ്ങൾ എപ്പോഴും ജയോത്സവം നടത്തുന്ന ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നെന്ന് പറയുന്നു. Throughout the period of my falling, I was confessing this verse, Lord, you have called me to a victorious life. എന്റെ വീഴ്ചയുടെ പല സമയങ്ങളിലും ഈ വാക്യം ഉദ്ധരിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, കർത്താവേ നീ എന്നെ ജയത്തിലേക്കാണ് നീ എന്നെ വിളിച്ചിരിക്കുന്നത്. Devil will say you are going to be out in the next ball. പിശാച് ഒരുപക്ഷെ പറയുമായിരിക്കും അടുത്ത ഏറിൽ അടുത്ത പന്തിൽ നീ ഔട്ട് ആകാൻ പോവുകയാണ്. And very near from your behind, the flesh will be shouting, you are out, you are out, you are out, you cannot lead this Christian life. തൊട്ടു പുറകിലെ വിക്കറ്റ് കീപ്പർ ആവുന്ന നിങ്ങളുടെ പഴയ മനുഷ്യൻ ജഡം പറയുമായിരിക്കും നീ അടുത്ത പന്തിൽ ഏതാ ഔട്ട് ആകാൻ പോകുന്നു. But always I will look at the goal. പക്ഷെങ്കിൽ കർത്താവേ ഞാൻ എന്റെ കണ്ണുകൾ ആ ലക്ഷ്യത്തിൽ ഞാൻ മാറുന്നില്ല, എന്റെ കണ്ണുകൾ ആ ലക്ഷ്യത്തിൽ തന്നെയാണ്. And run this race. ഈ ഓട്ടം ഓടുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. And in this race God has also given you a partner who is standing there. അത് മാത്രമല്ല ഈ ഓട്ടത്തില് അതിന്റെ അങ്ങേ തല ഒരു പങ്കാളിയെ തന്നിട്ടുണ്ട്. And when you hit the ball, he is also running fast and you are also running fast. നിങ്ങൾ ഈ പന്ത് വരുമ്പോൾ ഈ പന്തിനെ ബാറ്റ് കൊണ്ട് അടിക്കുമ്പോൾ നിങ്ങൾ ഓടുന്നു. നിങ്ങൾ മാത്രമല്ല നിങ്ങളുടെ പങ്കാളി അങ്ങേ തലത്തിൽ നിന്ന് ഇങ്ങോട്ട് ഓടുകയാണ് ചെയ്യുന്നത്. And for some time he will be protecting the stem. ചില സമയങ്ങളിൽ നിങ്ങൾ ഔട്ടായി പോകാതിരിക്കാനായിട്ട് നിങ്ങളുടെ പുറകിലുള്ള ആ സ്റ്റെമ്മിനെ സൂക്ഷിക്കുന്നത് നിങ്ങളുടെ പങ്കാളിയായിരിക്കും. So there's a real rest in the brotherhood. അങ്ങനെ ഞാൻ പറയുന്നു ആ സഹോദര ബന്ധത്തില് ഒരു സ്വസ്ഥതയുണ്ട്, സുരക്ഷിതത ഉണ്ട്. One young brother was asking me, I am very much discouraged in the Christian life. ഒരു യവനക്കാരൻ ഒരിക്കലും എന്നോട് ചോദിച്ചു, ക്രിസ്ത്യ ജീവിതത്തിൽ എനിക്ക് ഒരുപാട് നിരാശയുണ്ടെന്ന്. I was asking him, you try and find out 1 or 2 brothers with whom, young people with whom you can have real fellowship. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, 1 or 2 സഹോദരന്മാരെ കണ്ടുപിടിക്കുക, നിനക്ക് നല്ല കൂട്ടായ്മ തരുവാൻ കഴിയുന്ന. There is strength in the fellowship. ഓർക്കുക, കൂട്ടായ്മയില് ഒരു ബലമുണ്ട്, സഹോദരന്മാരുടെ കൂട്ടായ്മയില് ഒരു ബലമുണ്ട്. We can pray for each other. നമുക്ക് പരസ്പരം പ്രാർത്ഥിക്കുവാനായിട്ട് കഴിയും. Not only one player who is playing with you. നിങ്ങളുടെ കൂടെ
ഒരു കളിക്കാരൻ മാത്രമല്ല കളിക്കുന്നത്. There are 10 more players. They are waiting and praying for you. മറ്റു മാത്രമല്ല, നിങ്ങളുടെ ടീമിലുള്ള മറ്റു 10 കളിക്കാർ പുറത്തിരുന്നുകൊണ്ട് നിങ്ങൾക്കായിട്ട് പ്രാർത്ഥിക്കുകയാണ് ചെയ്യുന്നത്. That's the strength God has given in the fellowship. ദൈവം നമുക്ക് കൂട്ടായ്മയിൽ തന്നിരിക്കുന്ന ഒരു ബലം അതാണ്. So never miss an opportunity to have fellowship with the brothers and sisters. സഹോദരന്മാരുമായിട്ട് ഒരു കൂട്ടായ്മയ്ക്ക് അവസരം കിട്ടുമ്പോൾ, സഹോദരിമാരെ മറ്റു സഹോദരന്മാർക്ക് കൂട്ടായ്മയ്ക്ക് ഒരു അവസരം കിട്ടുമ്പോൾ നിങ്ങൾ അത് നഷ്ടപ്പെടുത്തരുത്. Jesus says, Satan will tempt you. He was telling to Peter. പത്രോസിനോട് യേശു കർത്താവ് പറഞ്ഞതുപോലെ, പത്രോസേ, പിശാച് നിന്നെ പരീക്ഷിക്കുമെന്ന് പറയുന്നു. But I have prayed that your faith will not be lost. നിന്റെ വിശ്വാസം പോയി പോകാതിരിക്കാനായിട്ട് ഞാനോ നിനക്ക് വേണ്ടി അപേക്ഷിക്കുമെന്ന് പറഞ്ഞ Yeah, കർത്താവ്. Jesus Christ is like a good coach who is encouraging us. യേശു കർത്താവ് ഒരു നല്ല കോച്ചിനെ പോലെ നമ്മെ ഉത്സാഹിപ്പിക്കുന്ന ഒരുവനാണ്. And Holy Spirit is always strengthening us so that Jesus' team can win. പരിശുദ്ധാത്മാവ് നിരന്തരമായിട്ട് നമുക്ക് ധൈര്യവും പ്രത്യാശയും തരുന്നതാണ് ജയജീവിതത്തിന് വേണ്ടി. And Holy Spirit will not withhold anything that we will win the match. പരിശുദ്ധാത്മാവ് ജയത്തിന് ആവശ്യമായ കാര്യങ്ങളെല്ലാം പറഞ്ഞു തരും. Yeah, really, God is there to help every one of us. നമ്മെ ഓരോരുത്തരെയും സഹായിക്കുവാനാണ് ദൈവം നമ്മുടെ പക്ഷത്തുണ്ട്. So let us remember the two things. രണ്ട് കാര്യങ്ങൾ ഓർക്കുക. First, fixing our eyes on Jesus. ഒന്ന്, യേശുവിലേക്ക് നിങ്ങളുടെ കണ്ണുകൾ ലക്ഷ്യം വെക്കുക. നിങ്ങളുടെ കണ്ണുകളുടെ ദൃഷ്ടി അവിടെ തന്നെ ഉറച്ചിരിക്കട്ടെ. Let us not look at the world which offers to us. നമ്മുടെ ലോകം തരുന്ന ഒരു കാര്യങ്ങളിലേക്കും നമ്മുടെ കണ്ണുകൾ പോകരുത്. Somebody said you have to fix your eyes on something while you plow the land. ചിലർ പറയുമായിരിക്കും, അല്ലെങ്കിൽ നിങ്ങളുടെ കണ്ണുകൾ ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നെ നിലം ഉഴുതുക. And one boy was plowing this way and that way and that way and all, and the person was wondering, how did you plow? ഒരാള് മറ്റു പല വിധത്തിൽ കൂടിയാണ് നിലം ഉഴുതത്. ചോദിച്ചു, എങ്ങനെയാണ് നീ നിലം ഉഴുതത്? Then he was telling, I was looking at a cow and I was plowing. ഒരാൾ പറഞ്ഞു, ഞാൻ അവിടെ നിൽക്കുന്ന പശുവിനെ നോക്കിയാണ്. The cow was moving this way and that way. പശു പല സ്ഥലങ്ങളിലേക്ക് When the പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. cow moves this way, he will plow like this. അദ്ദേഹം ശരിയായിട്ട് നിലം ഉഴുതില്ല. When it moves the other way, he will plow like this. പശു മറ്റു സൈഡിലേക്ക് പോകുമ്പോൾ ആ സൈഡിലേക്ക് നിലം ഉഴുവാൻ പറ്റും. When we see this world is like a cow. It will move this way and that way. ലോകമെന്ന് പറഞ്ഞ പശുവിനെ പോലെയാണ്. ചിലപ്പോൾ ഇവിടെ ആയിരിക്കും, ചിലപ്പോൾ അവിടെ ആയിരിക്കും. നമുക്ക് അങ്ങനെ നിലം ഉഴുവാൻ പറ്റുകയില്ല. We will not be able to do the will of God. ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യുവാൻ നമുക്ക് കഴിയുകയില്ല. This world and its passions are going away. ലോകവും അതിന്റെ മോഹവും ഒഴിഞ്ഞു പോകുമെന്ന് തിരുവെഴുത്ത് നമ്മളെ All the പഠിപ്പിക്കുന്നു. temporal things are passing things. താൽക്കാലികമായിട്ട് കാണുന്ന പാപത്തിന്റെ കാര്യങ്ങളെല്ലാം വിട്ടുപോകുമെന്ന് നമ്മെ If we പഠിപ്പിക്കുന്നു. fix our hearts on those temporal things, നമ്മുടെ ഹൃദയങ്ങള് താൽക്കാലികമായി നശ്വരമായ കാര്യങ്ങൾ നമ്മുടെ മനസ്സ് which വെക്കുകയാണെങ്കിൽ, are perishing, നശിച്ചു പോകുന്ന കാര്യങ്ങളിൽ, which are not eternal, നിത്യമായിട്ടല്ലാത്ത കാര്യങ്ങളിൽ, which are not temporal, അത് വെറും താൽക്കാലികമായ and കാര്യങ്ങൾ, if our hearts are fixed on the Lord Jesus Christ നമ്മുടെ ഹൃദയം കർത്താവായ യേശു ക്രിസ്തുവിൽ ഉറപ്പിച്ചിട്ടുണ്ടെങ്കിൽ, and doing the will of God, ദൈവത്തിന്റെ ഇഷ്ടം നാം ചെയ്യുന്നുവെങ്കിൽ, that man will stand forever. അങ്ങനെയുള്ള വ്യക്തി അവൻ നിൽക്കും, അവൻ നിൽക്കുക തന്നെ ചെയ്യും നിത്യതയോളം വരെ. I really want to encourage all the young brothers. പ്രത്യേകിച്ച് യൗവനക്കാരായ സഹോദരങ്ങളെ ഞാൻ നിങ്ങൾക്ക് ധൈര്യം തരുന്നത്, First, check yourself whether your heart is constantly fixed on Jesus. നിങ്ങൾ നോക്കുക, നിങ്ങളുടെ മനസ്സ് വെക്കുക, സ്ഥിരമായിട്ട് തുടർച്ചയായിട്ട് നിങ്ങളുടെ കണ്ണുകള് യേശു ക്രിസ്തുവിൽ ഉറപ്പിച്ചു In വെച്ചിട്ടുണ്ടോ? Colossians 3, we read that we have to set our mind on above. കൊലോസ്യ ലേഖനം 3-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, നിങ്ങളുടെ മനസ്സുകള് ഉയരത്തിൽ നിങ്ങൾ ദൃഷ്ടി വെക്കണമെന്നാണ്. Most of the problems in your life, discouragement, depression, all is because your mind is not set on above. ജീവിതത്തില് പലപ്പോഴും നിരാശയും നിരുത്സാഹവും വരുന്നതിന്റെ കാരണം നമ്മുടെ ഹൃദയങ്ങള് ഉയരത്തിലല്ല ഭൂമിയിലുള്ള കാര്യങ്ങളിലേക്കാണ് മനസ്സ് വെച്ചിരിക്കുന്നത്. Though we have started like that, we are not continuing in that. നാം ഒരുപക്ഷെ അങ്ങനെ നല്ല ഉദ്ദേശത്തിൽ തുടങ്ങിയവരായിരിക്കാം, കർത്താവിൽ ദൃഷ്ടി വെച്ച് തുടങ്ങിയവരായിരിക്കാം. എന്നാൽ പ്രശ്നമെന്ന് പറയുന്ന അത് തുടർമാനമായിട്ട് നമ്മുടെ ദൃഷ്ടി കർത്താവിൽ വെക്കുന്നില്ല. When we walk this way continually, the ball which comes against us will become weak and weak and weak, and we will be able to ഈ വഴിയിൽ നാം തുടർച്ചയായിട്ട് പോകുമ്പോൾ നമുക്കെതിരായിട്ട് പ്രതിയോഗി കൊണ്ടുവരുന്ന ഓരോ പന്തും അത് ബലഹീനവും ശക്തിയില്ലാത്തതായിട്ട് മാറും. As we read in Romans chapter 8, we will be more than conquerors. റോമാലേഖനത്തിൽ നാം വായിക്കുന്നത് പോലെ നമ്മൾ ഇതിലൊക്കെയും ജയാളികളായിട്ട് മാറുമെന്ന് വായിക്കുന്നു. If your mind is set on above, on Jesus Christ, slowly our mind will be transformed into the mind of Christ. ഹൃദയം കർത്താവിൽ ഉറപ്പിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ മനസ്സ് കർത്താവിന്റെ സ്വഭാവത്തിലേക്ക് നടന്നു വരുവാനായിട്ട് കഴിയും. Romans 12:2 says,
റോമാലേഖനം 12-ാമത്തെ അധ്യായം Do 2-ാം not വാക്യത്തിൽ be പറയുന്നു, conformed to this world. ഈ ലോകത്തിന് അനുരൂപപ്പെടരുതെന്ന് നാം വായിക്കുന്നു. Let not your heart be fixed on this world and worldly things. ഈ ലോകത്തിന്റെ ഒരു കാര്യങ്ങളിലേക്ക് നമ്മുടെ ഹൃദയത്തിൽ ഉറപ്പ് വരരുത്. Instead, such mind has to be renewed every day എന്നാൽ ഓരോ ദിവസവും നമ്മുടെ മനസ്സ് പുതുക്കുവാനായിട്ട് നാം മനസ്സ് വെക്കണം. by the thoughts of God, ദൈവവചനത്തിൽ കൂടി, ദൈവികമായ ചിന്തകളിൽ കൂടി, by the power of God, പരിശുദ്ധാത്മാവിന്റെ ശക്തിയിൽ കൂടി, by the truth that we hear in the church. സഭയിൽ കേൾക്കുന്ന ദൈവിക സത്യങ്ങളിൽ കൂടി. So I'm really thankful for the word of God which is coming powerfully in these conferences, and it will really transform our lives. ഈ കോൺഫറൻസിൽ വളരെ ശക്തിയായിട്ട് കേൾക്കുന്ന ദൈവവചനങ്ങൾക്ക് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. ഞാൻ ദൈവത്തെ സ്തുതിക്കുന്ന. ഉറപ്പാണ് നമ്മുടെയൊക്കെ ജീവിതങ്ങൾ രൂപാന്തരപ്പെടും. So in your run, in your action, Jesus is with you. നിങ്ങളുടെ ഓട്ടത്തിലും നിങ്ങളുടെ പ്രവൃത്തിയിലും യേശു ക്രിസ്തു നിങ്ങളുടെ കൂടെയുണ്ട്. Holy Spirit is with you. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ കൂടെയുണ്ട്. Like changing the rails to go to the different places, he is changing the circumstances, situations, so that the will of God will be done in our lives ട്രെയിൻ perfectly. എങ്ങനെയാണ് റെയിൽ പാളത്തിൽ പോകുന്നത്? ദൈവം ഓരോ സാഹചര്യങ്ങളെ നിയന്ത്രിച്ചിട്ട് ദൈവം കാര്യങ്ങളെ കൈകാര്യം ചെയ്യുന്നു. Especially in your marriage, the real freedom is to obey to the word of God, that I will marry only a believer. പ്രത്യേകിച്ച് കല്യാണം സമയം വരുമ്പോൾ യവനക്കാരെ യഥാർത്ഥ സ്വാതന്ത്ര്യം എന്ന് പറയുന്ന ദൈവവചന പ്രകാരമുള്ള, ദൈവവചനം ചെയ്യുന്ന ഒരു ജീവിത പങ്കാളിയെ കണ്ടെത്തുന്നതാണ് യഥാർത്ഥ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്. Doing the will of God perfectly is the real freedom we enjoy in Jesus Christ. ദൈവഹിതം ചെയ്യുന്നതാണ് യേശുക്രിസ്തുവിലുള്ള പൂർണ്ണ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്. May God help us. ദൈവം നമ്മെ സഹായിക്കട്ടെ. I thank God. താങ്ക് യു.